നിങ്ങൾ ഈ ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കാന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല? എന്നാൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് 1-2 ആൾക്കാരായി ഒരു ലിങ്ക് അയച്ചു തരുന്നത്. ലസിത പാലക്കൽ എന്നെ ഇമിറ്റേറ്റ് ചെയ്തൊരു വീഡിയോ. ഞാൻ 4 ഡ്രസ്സ് മടക്കി വെച്ചപ്പോൾ കോക്കുണ്ട് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട്. ലസിതേ, നിനക്ക് മാത്രമുള്ള വീഡിയോ. ഞാൻ മടക്കി വെക്കുന്നതിൽ ഒരൊറ്റൊന്നധികം നീ മടക്കി വെച്ചാൽ എൻ്റെ കാലിൽ വന്ന് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അത് നിൻ്റെ ഡ്രസ്സ് തന്നെ ആയിരിക്കണം, വേറെ ആരുടേതും ആവരുത്. അപ്പോൾ ഈ ഞാൻ എടുത്തു വെച്ചത് തട്ടുന്നത് നിങ്ങൾ പറയരുത്. മോനൊന്ന് കൊണ്ടുവച്ച് കാണില്ല. നാളെ മടക്കി വെച്ചതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ലസിതേ, സ്റ്റാർട്ട് ചെയ്യല്ലേ? എണ്ണിക്കോ. 1/2 മണിക്കൂർ വീഡിയോ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുള്ളേ. അതുക്കപ്പുറം പോവുക സോറി, ഞാൻ കട്ടാക്കിക്കാളും. 1 അളമാര മൊത്തം ഒഴിച്ചിക്ക്. അളമാറ പിന്നെ 1 മിനിറ്റ് ആണോ ഉദ്ദേശിച്ചത്? 1/2 മണിക്കൂർ തന്നെ. 2ാമത്തെ മോഡൽ ഇതാ, ഗൗൺ ആണ്. ഇതിനൊക്കെ പ്രൈസ് ഞാൻ പറഞ്ഞു തരണമെങ്കിൽ പറഞ്ഞാൽ മതി ട്ടാ. ഇത് സ്കേർട്ടായിരുന്നേ, കണ്ടില്ലേ? 3ാമത്തേത് ഒരു സാരിയാണ്. ഇതെനിക്ക് അരുണിൻ്റെ അമ്മ ഗിഫ്റ്റ് ചെയ്ത സാരി കേട്ടോ. അതൊക്കെ ഒരു സാരി. 1/2 മണിക്കൂർ വീഡിയോ മാത്രമേ ഞാൻ എടുക്കുള്ളേ. 1/2 മണിക്കൂറിൽ ഇത് തീർക്കാനായ ഞാൻ തിന്നുകയല്ല. എന്നാലും ഒന്നാക്കിട്ടെ സോനൊന്നും വേണ്ട, ഒറ്റ. ഈ കൈ സുഖമില്ലാഞ്ഞിട്ടും ഞാനിത് ഇതിൻ്റെ തന്നെ ഒരു ബ്ലൂ എനിക്കുണ്ട് കേട്ടോ. സെയിം സംഭവം, ബ്ലൂ കളർ. ഞാൻ ആരെയാ കുഞ്ഞോ ഓലപ്പാമ്പ് കാണിച്ച് പഠിപ്പിക്കുന്നത്? ജസ്ന സലീമിനെയോ? അതിന് ഞാൻ വേറെ ഒരു ജന്മവും കൂടി ജനിക്കേണ്ടി വരുമായിരിക്കും. പൊങ്ങച്ചം കാണിക്കല്ല, പ്രസ്റ്റീജ് ഇഷ്യൂ. കണ്ടോളൂ, ഇതൊക്കെ ഒരുപാട് റീല് പോയ സംഭവങ്ങളാണ്. ഇതിൻ്റെ പാൻറ് കിട്ടുമ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യട്ടെ കേട്ടോ. നിനക്ക് ഹെവി മാത്രമല്ലേ ഉള്ളൂ, എനിക്ക് ഹെവി അല്ലടാ ഉള്ളത്. എനിക്ക് നോർമലായിട്ട് ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെ ഒരു ഓലപ്പാമ്പിനെ കണ്ടാൽ ഞാൻ പേടിക്കുമോ എന്നുള്ളതൊന്നും നോക്കിയേക്കാണല്ലോ. നെക്സ്റ്റ് ഏതായാലും വീഡിയോസ് കാണുന്നവർക്ക് നല്ല ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഇല്ല, ഓട്ടം ദുപ്പട്ട കാണുന്നില്ല. അടുത്തതൊരു പാൻ്റാണ്. അമ്മ പാൻ്റ് ഇതൊക്കെ ഡ്രസ്സിൻ്റെ എണ്ണത്തെ കൂട്ടുന്നതാണ്. അടുത്തൊരു കളർ. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് അടക്കെ ഈ ഒരു കളർ ഉള്ളൂ. ഇതൊരു ബ്ലൂ, കണ്ടല്ലോ ബ്ലൂ. ഇതിൻ്റെയൊക്കെ പാൻറ്റും ഷാളൊക്കെ എവിടെയാണോ എന്തോ പണിക്കരെ വിളിച്ചിട്ടങ്ങ് കണ്ടു ചോദിക്കേണ്ടി വരും. വേറൊരു ബ്ലൂ. ഇത് രണ്ടും ഒരുമിച്ച് ബ്ലൂ ഇട്ടതെന്തിനാണെന്നറിയോ? രണ്ടും ഒന്നാണെന്ന് പറയാതിരിക്കാന. പെൺപിള്ളേരുടെ അയ്യോ അതാ ഇതിൻ്റെ പാൻറ്റിലാ. പെൺപിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നൊരു സുഖമുള്ള ഏർപ്പാടാണ് കേട്ടോ. കാരണം മോളെ ലസിതേ, എൻ്റെ കെട്ടിയും ഗൾഫിലാണ്. അവിടെ ഒരു ഷോപ്പിൽ അക്കൗണ്ടൻ്റ് അല്ല മറ്റേ സെയിൽസ് അല്ലെങ്കിൽ സൂപ്പർവൈസർ ആണ്. ഓട്ടോ ഡ്രൈവറിൻ്റെ പപ്പയാണ് ഇതേ അടുത്തത്. ഞാൻ ഇന്നലെ ഹെവി മാത്രം കാണിച്ചെങ്കിൽ ഇന്ന് ലൈറ്റും ഹെവിയുടെ ഉണ്ട്. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഒരു കാലത്ത് ഞാൻ ഒന്നുമില്ലാതെ നടന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് എനിക്ക് മറ്റുള്ളവരൊക്കെ ഡ്രസ്സ് ഇടുന്ന കണ്ട് എന്തിന് കീറിയ ഡ്രസ്സ് ഇട്ടൊരു കാലം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ടോപ്പാട്ടോ. അത് ഞാൻ നയൻതാരനെ എന്താ പറയുക, എന്തായി അതായി എടുക്കുന്ന ഡ്രസ്സുകളാണ്.
ഇവിടെ എത്തുന്നതും എത്താത്തതുമായിട്ട് ഒരുപാട് ഡ്രസ്സുകളുണ്ട്. എൻ്റെ മകൻ കുത്തിരിക്കുന്നുണ്ട് ഒരു ബക്കറ്റിൻ്റെ മുകളിലാണ്. ഇങ്ങനെങ്കിലും എൻ്റെ അളമറ എന്ന് റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും കാണാണ്ടായ അപ്പം ഞാൻ വലിച്ചു വന്നിടും. വേറൊരു ഹെവി ഗൗണല്ല കേട്ടോ, ടോപ്പ്. എൻ്റെ പാൻറ്റും തട്ടോണ്ട് എന്ന് തമ്പുരാനറിയാം. ഒന്നധികം കാണിച്ചാൽ ഇതേ തോനെയൊന്നും കാണിക്കരുതേ. നെക്സ്റ്റ് തോനെ കാണിക്കരുത് കേട്ടോ പക്ഷേ. പിന്നെ നിനക്കൊരു പരിപാടി ഉണ്ടേ, അതിൻ്റെ പാൻ്റ് കേട്ടോ. അടുത്ത വീട്ടിൽ നിന്ന് ഇവിടുത്തെ ഇപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ കടം മേടിക്കുന്നൊരു പരിപാടി ഉണ്ട്. ആ പരിപാടി ഇവിടെ എടുക്കരുത് കേട്ടോ, മോശമാണേ. ഇത് പിന്നെ ഞാനത് കാണിച്ചതാട്ടോ. അവ കാണിച്ചത് തന്നെ കാണിച്ചെന്ന് പറയണ്ട, അത് ഇതിൻ്റെ കൂട്ടത്തിൽ കൂടിപ്പോട്ടാണ്. കിടക്കുന്ന നെസ്റ്റ് എത്താറ ചുരിദാറാന്നറിയോ. ഇതൊക്കെ ഞാനൊരു മനുഷ്യനെ ഇടാനുള്ളൂ, എന്നാ ചെയ്യാനാ കൊച്ചേ. അപ്പങ്ങളി ചോപ്പ്, രണ്ടാമത്തെ ചോപ്പല്ലേ ഇപ്പൊ കാണുന്നത്. ജസ്റ്റ് ഒന്ന് മടിക്കും. എനിക്ക് കൈ സുഖമില്ലാത്തത് കൊണ്ട് കാര്യമായിട്ട് ഞാൻ മടക്കണമെന്ന് പോകുന്നില്ല കേട്ടോ. ഇത് ലസിത അങ്ങനെ ഇട്ടത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇട്ടത്. എന്റെ കർത്താവ്, ഇതാരുടെ പണിയാ? ഇനി ഷാള് തപ്പിയല്ലേ? ഇത് സാരിയാണേ ഗൈസ്. എൻ്റെ മോൻ ഷാളങ്ങനെ തപ്പിയിട്ട് ഇനി മടക്കി വെച്ചതാണോ? എനിക്കിത് മടക്കാനുള്ള ശേഷിയില്ല ഗൈസ്, കൈയില്ല. അപ്പൊ അടുത്ത ചോപ്പ് കണ്ടില്ലേ? അപ്പങ്ങൾ എനിക്ക് ചോപ്പ് തീർന്നു. ഇല്ല ഗൈസ്, വേറൊരു ചോപ്പതാ. ഇതെനിക്ക് ഒരു കൊളാബായിരുന്നു കേട്ടോ. കൊളാബായാലും ഫ്രീ കിട്ടിയതായാലും ഡ്രസ്സ് എന്ന് പറയുന്ന ഡ്രസ്സ് തന്നെയാണ്, അതിനൊരു മാറ്റവും ഇല്ല. കിടക്കുന്ന അടുത്തത് വേറൊരു ചോപ്പ് ഞാൻ ആദ്യം മടക്കി വെച്ച് കേട്ടോ. ഇത് നീലൻ്റെ ഷാള്. എൻ്റെ കർത്താവേ, ഇപ്പം പിള്ളേര് അപ്പം അലക്കിയിട്ട് അപ്പാടെ മടക്കി വെക്കുന്നത് തിരിച്ചിട്ടറിയില്ല. കിടക്കുന്നൊരു വൈറ്റ്. അപ്പങ്ങളിൽ ഈ ഒരു വൈറ്റേ ഉള്ളൂ എനിക്ക്. അല്ല, കിടക്കുന്നൊരു വൈറ്റ് സ്കേർട്ട്. അപ്പങ്ങളിൽ ഈ ഒരു വൈറ്റ് സ്കേർട്ടേ ഉള്ളൂ. അല്ല, നമ്മുടെ മൂൺകോട്ടസ് കോപ്പിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മേടിച്ചതാട്ടോ. കോപ്പി പേസ്റ്റ്. മൂൺകോട്ടസിന് മേടിച്ചതാണ്. അപ്പം 3 വൈറ്റായി. എൻ്റെ പൊന്നോ, എനിക്ക് നോക്കിയ മോനെ എത്ര മിനിറ്റായി മോനെ? 8 ഉള്ളൂ. കഴിഞ്ഞു വിചാരിക്കണ്ട. ഇന്ന് എനിക്ക് വാട്സപ്പിൻ്റെ അകത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ സഹായം നിർത്തി. എനിക്ക് സഹോദരിനോട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അടുത്ത് അതും കൂടി പറഞ്ഞു. എന്താ വെച്ചാൽ ഭർത്താവില്ല പോലും ഭക്ഷണത്തിന് അവർ സ്വീകരിക്കുകയാണ്. ഇതേപോലെയുള്ള ഒരാളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഒരു സഹായവും ചോദിച്ചത്. കേട്ടോ, സഹായവും ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. അത് വമ്പൻ ട്രോള് ഇറങ്ങിയതുകൊണ്ട് ദേലസിതേ കണ്ട ഇതേ കളർ തന്നെ വേറെ ഉണ്ട്. ഈ കളറല്ല കേട്ടോ, ഈ വർക്ക് കണ്ടില്ലേ? ഇതിൻ്റെ തന്നെ വേറെ സപ്പറുണ്ട്. എവിടുന്ന് വയ്യ കാണിച്ചു തരാം കേട്ടോ. ഒരുമിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ഇനി കുറച്ച് നമുക്ക് ദാവണി അല്ല പട്ടുപാവാട സെറ്റ് കാണാം. ഈ ഒരു യെല്ലോ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ ഇട്ടയിൽ ഒരു സെറ്റില്ലേ, അതിൻ്റെ വേറൊരു മോഡലാണ്. എണ്ണിക്കോളിയെ ഇതൊരു കോംബോ ആണ്. ഇതൊരു കോംബോ ആണ്.
നെക്സ്റ്റ് കോംബോ കാണിച്ചു തരാവേ. ദേ പാവാട വന്നിട്ട് ഗ്രീൻ ആൻഡ് പിങ്ക് കളറ്, ഈ ഒരു കളറ്. ബ്ലൗസ് വന്നിട്ട് ഈ ഒരു പിങ്ക് കളർ കണ്ട. അരുണ് മോളെ നിനക്കൊരു ചലഞ്ചിങ് വീഡിയോ എടുത്ത് കിട്ടോ, നിന്റെ തന്നെ കാണിക്കണേ, ബൈജു മുരുകൻ്റെ കാണിക്കരുത് കേട്ടോ, മോശമാവേ. പിന്നെ അടുത്ത സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ ബ്ലൂ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കഴിഞ്ഞ വിഷുവിന് ഗുരുവായൂർ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അതിൻ്റെ ബ്ലൗസാണിത്. ഒക്കെ കുറേ ആയി ഗൈസ് ഇങ്ങനെ നൂലിലിട്ട്. ആർക്കെങ്കിലും കൊടുത്തൂടെ എന്ന് ചോദിക്കും, എന്താ ചെയ്യാൻ എനിക്കറിയില്ല. ഇത് കഴിഞ്ഞ എൻ്റെ പിറന്നാളിന് അരുൺ മേടിച്ചു തന്ന ഗിഫ്റ്റ് കേട്ടോ. കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേ, ഒരു വർഷമായി ഇത് മേടിച്ചിട്ട്. ഭയങ്കര രസമായി ഇതിട്ടാൽ. എത്ര ആൾക്കാർ എൻക്വയറി വന്ന് കിട്ടുമെന്ന് അറിയോ ഇത് എവിടുന്നാണ് മേടിച്ചതെന്നുള്ളത്. ഭയങ്കര ചൂട് തോന്നൽ. അതിൻ്റെ ഷാള് വരുന്നത് ഇതാട്ടോ. ഇങ്ങനെ ഇത് ഈ ഒരു മോഡൽ ഷാൾ ആരെങ്കിലും ഷോപ്പ് കണ്ട് ചുരിദാർ ഇഷ്ടപ്പെടാതെ എടുത്ത് പോരാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെടുത്ത് 1-2 ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഈ ഷാൾ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോഴാണ് ഇവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവൾ പറഞ്ഞത് ജസ്റ്റ് 1. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ എനിക്കിത് ഇങ്ങനെ ഇതാക്കിയിടാം. അങ്ങനെ ഒരുപാട് മോഡൽ നമ്മൾ ഈ ഒരു പോർഷൻ അങ്ങ് എടുത്താൽ മതി. ഇങ്ങനെ ഇട്ടാൽ മതി, സുഖമായിട്ട് നോക്കും. മടക്കാത്തത് എനിക്ക് ഗൈസ് കൈ വന്നിട്ടാണ്. അതിൻ്റെ പാൻറ്റാണ് വരുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്കൊരു റെഡിൻ്റെ ഒരു പിങ്ക് കളർ വരുന്നുണ്ടെന്ന്. എനിക്ക് ഭയങ്കര വെയിറ്റും. ഇതാണ് വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് വരുന്നത് ഇതാണ്. ബാക്ക്ഗ്രൗണ്ടും ബാക്ക് സൈഡ് വരുന്നത്. അടുത്തതും ഇതാണ്. ഇതിൻ്റെ വേറൊരു ലൈറ്റ് കാപ്പി കളർ എൻ്റെ കയ്യിലുണ്ടായിരുന്നേ. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നപ്പം എന്നോട് പറഞ്ഞു ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ്. ആ കാപ്പി ഞാൻ അധികം പുറത്തൊന്നും വീഡിയോസ് കേട്ടില്ല. ഇനി ഞാൻ പറഞ്ഞു നീ എടുക്കാൻ പറഞ്ഞാൽ അവർക്ക് കൊടുത്തു. നല്ല ബ്രൗൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കേട്ടോ. മെറ്റീരിയൽ എടുത്തിട്ട് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യിച്ചതാണ്. ഇത് സ്റ്റിച്ച് ചെയ്യിച്ചതാണ്. എല്ലാം കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് ഭയങ്കരമായിട്ട് സ്റ്റോണുള്ളൊരു ലെനി 1000 വരുന്നുണ്ട്. എൻ്റെ മോൾ അവിടെ പാട്ട് വെക്കുന്നുണ്ട്. പിന്നീട് ലെനി ലെനി ടി വി കൂട്ട്
10,000 വരുന്ന ഒരു ഷാളാണ്. അതുകൊണ്ട് അടുത്ത് വെച്ച് പറയുന്നത്. ഇതൊന്നല്ല കേട്ടോ, വേറെ ഒന്നുകൂടി ഇന്നലെ ഞാൻ ഒരു നീല കണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നീതിൻ്റെ അത് കേട്ടല്ലേ. അയ്യോ, ഭയങ്കര ചൂടില്ലേ, മഴ പുറത്ത് ചൂട് കണ്ടോ. വേറൊരു ബ്ലൂ. പിന്നെ ഞാൻ നേരത്തെ ഒരു ഇത് പറഞ്ഞില്ലായിരുന്നു, ഒരു എന്നോട് വർക്ക് അതിൻ്റെ വേറൊരു മോഡലാണ്. ഇങ്ങനെ ഓപ്പണായിട്ട് സെയിം കളറ് തന്നെ, സെയിം കളറാണ്. പക്ഷെ കണ്ടാൽ വീഡിയോസ് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ടും ഒന്നാണ്. രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. വേറെ മോഡലായതുകൊണ്ട് ഇങ്ങനെ മേടിച്ചതാണ്. രണ്ട് ഒരുമിച്ച് കാണിച്ചു തരാനാണ്. അതിൻ്റെ ഷാള കേട്ടോ. ഈ ഒരു ബ്ലാക്ക് കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി അല്ല, കഴിഞ്ഞത് വിഷു അല്ലേ, ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു. ആ ശ്രീകൃഷ്ണ ജയന്തിക്ക് അതിന് ഗുരുവായൂർ പോകാൻ മേടിച്ചതാണ്. അതിൻ്റെ ബ്ലൗസ് ആട്ടോ ഇത്. അതിൻ്റെ ഷാള് വരുന്നത് ഇത്. കൈ വയ്യ സെയിൻ്റെ ഒരു ഗൗൺ അടുപ്പിച്ച്. ഇതിൻ്റെ ബ്ലൂ ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ, പല കളറിൽ. ഇതൊക്കെ നോർമലി എവിടെയെങ്കിലും പോകുമ്പോഴാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതിൻ്റെ പൊന്നെ ഹെവി ആയിട്ടുള്ള സാരിയാണ്. ഫുൾ നോക്കിയിട്ട് കാണിച്ചു. ഹെവി ആയിട്ടുള്ളതാണ് മോളെ. കണ്ടോ, ഇത് ഓളെ കൊണ്ട് മടിക്കിട്ടെ. എനിക്ക് കൈ സുഖമില്ലാത്തതാ ഗൈസ്. അപ്പോൾ ഒരു ഹെവി സാരി നിങ്ങൾ കണ്ടല്ലോ. രണ്ടാമത്തെ ഹെവി സാരി അമ്മൻ്റെ വീട്ടിൽ നിന്ന് അരുണ്ട വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല ഗൈസ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. 10,000 വരുന്ന സാരിയാണ് പിള്ളേരെ. ഇതെനിക്ക് സുജി ചേച്ചി ഗിഫ്റ്റ് തന്നത് കേട്ടോ. ഇതും പോങ്ങൂല, ഭയങ്കരമായിട്ട് ഹെവി വർക്കുള്ളത്. ദുബായിൽ നിന്ന് മേടിച്ച് കൊടുത്തു. ദുബായിലത്തെ 10,000 രൂപ വില, ചിലപ്പോൾ 2,000 3,000 2,000 3,000 എന്നുള്ളത്. നല്ല സ്റ്റോൺ വെച്ചിട്ടുള്ള വർക്കാണ് കണ്ടോ, നല്ല മുത്താണിത്. എൻ്റെ അടുത്ത് 3-4 വർഷമായി, 5 വർഷത്തിൻ്റെ അടുത്തായി. ഇതുവരെ ഒന്നും ആയില്ല. ഞാൻ വാഷിംഗ് മെഷീനിലിടും, എന്നിട്ട് അമ്മ കൊണ്ടുപോയിട്ട് അത് ഇതാക്കും, ക്ലീൻ ചെയ്യുന്നതാ. എൻ്റെ പൊന്നൊക്കെ മോക്കെ കൊണ്ട് പഠിപ്പിക്കുക. അതിൻ്റെ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം. ബ്ലൗസ് വരുന്നത് വേറൊരു കളറിലാണ്. ബ്ലൗസ് സഹിതം അവിടെ റെഡിമെയ്ഡായിട്ട് എനിക്ക് കൊടുത്തയച്ചതാണ്. മോളെ എൻ്റെ പൊന്നോ, കൈക്ക് നല്ല വേദന എടുത്ത് ഷൂട്ടിനിടയിൽ പിടിച്ചിട്ടത്. ഇത് ഇതേപോലെ മേടിച്ചൊരു സംഭവമാണ്. അതിൻ്റെ വേറെ തന്നെ ഒരു കളർ കാണിച്ചു തരാറ്. ഷാളുണ്ട്. ഇത് 2 ഷാള്. ഇതൊന്ന് ഇതിൻ്റെ തന്നെ പിങ്ക് കളർ. ഇത് കുറേ ഇങ്ങനെ ഗൗണുകളാണുള്ളത്. കാരണം എനിക്ക് പുറത്തെവിടെയെങ്കിലും ഇറങ്ങുന്ന സമയത്ത് ഇത് പൊന്നോ ഞാൻ കഴിഞ്ഞ് ബാക്കി പിന്നെടുക്കാം.
വേദന അങ്ങടെ പറ്റുന്നില്ല. അതൊക്കെ പറഞ്ഞിട്ടൊക്കെ കട്ടാക്ക. എന്നെ കൊണ്ട് പൊന്നാറ് ഗൈസ് പറ്റുന്നില്ല, കൈ വേദന എടുക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു വിധം പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് വയ്യാത്തതാ കൈ വേദന എന്ന് കാണിക്കാനാണ് ഇനി ഉണ്ട് കേട്ടോ. കാണിക്കാനില്ലാഞ്ഞിട്ടാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഇന്ന് ഒരു തോട്ടിലേക്ക് മറയുന്ന ഒരു സീൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു നീ അങ്ങ് ചാടിക്കുമെന്ന് പറഞ്ഞു, ഞാൻ പിടിക്കാമെന്ന്. പക്ഷെ പിടിച്ചത് വലുത് കഴിഞ്ഞു കിട്ടിയില്ലേ പണി. ഇത് നല്ല മിറർ വർക്കാട്ടോ. ഇതെടുത്തത് എന്തിനായിരുന്നു എന്നറിയോ? സുരേഷ് ഗോപി ചേട്ടന് ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് RSSൻ്റെ കാര്യാലയത്തിൽ പോയിട്ട്. അപ്പം ഞാൻ ഇതിന് ഈ മെറ്റീരിയൽ വെക്കാതെ ഒരു നെറ്റ് മെറ്റീരിയൽ വാങ്ങി. അപ്പോൾ പുലർച്ചെ ഞങ്ങൾ ഇവിടുന്ന് പോകാനൊക്കെ റെഡിയായി നോക്കുന്ന സമയത്ത് മെറ്റീരിയലിന് ഓട്ട വീണിട്ടുണ്ട്. ഹായ്, ഹലോ ഹലോ അരുണേട്ടാ. അതെ, ലസിത പാലക്കലേ. അതെ, അവള് വേണ്ട ഇനി പറയണ്ട. അതെ, അവള് ഡ്രസ്സിന്റെ ഇട്ടില്ലേ, അപ്പൊ ഞാൻ ഇവിടുത്തെ ഡ്രസ്സിന്റെ ഇട്ടാ ഒരെണ്ണം അധികം ഒൾട്ടാ ഞങ്ങളെ കാല് പിടിച്ചു മാപ്പ് പറയുന്നു. ഒന്നും പറയണ്ട ഇനി ഒക്കെ വേങ്ങിക്കോ. എഴുതി വെച്ച ഞാന് പഴംപൊരി ചായ ഉണ്ടാക്കി. ഇല്ല ഇല്ല വേണ്ട പോടാ. എന്നിട്ട് ഇത് ഓട്ടയായിപ്പോയി. എൻ്റെ പൊന്നാര മക്കളെ പെട്ടു എന്ന് വിചാരിച്ചു. ഈ മെറ്റീരിയലാണ് ഞങ്ങൾ ഒഴിവാക്കിയത്. കഴിഞ്ഞു അങ്ങനെയാണ് ജ്യൂസി പറഞ്ഞ് ഇവിടെ ഉണ്ട് നമുക്ക് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചിട്ട് രാഖിരാമ എന്ന് പറഞ്ഞതിൻ്റെ മാതിരി ചെയ്തതാണ്. ഇനി ഇതിന് നീ വീഡിയോ ഇടുമ്പോൾ അടുത്ത ഡ്രസ്സുമായിട്ട് ഞാൻ വരും കേട്ടോ. കാരണം എനിക്കിതുമല്ലൊന്നും നിൽക്കില്ല. പിന്നുള്ളത് സ്കേർട്ടാണ്. സ്കേർട്ട് ഇതിൻ്റെ വേറെയും കളറുണ്ട് സാറിൻ്റെ തുണിയിലെ. പറയണ്ടെല്ലാം പറയണല്ലോ. എടീ ലസിതേ, നിന്റെ വീട്ടിലില്ലാത്തയും എൻ്റെ വീട്ടിലുള്ളതുമായിട്ടുള്ളൊരു സാധനമാണിത്. ഇതൊക്കെ ഷട്ടി കാണിക്കാൻ പറ്റടി. ഓട് കാണിക്കാൻ പറ. ഓൾ തന്തയ്ക്ക് പറഞ്ഞ ഓട് കാണിക്കാൻ പറ ഷട്ടി. ഞാൻ കാണിച്ചില്ലേ മോളെ? പിന്നെ കുറച്ചുകൂടി ഡ്രസ്സ് കൊണ്ടെടുത്തിട്ടുണ്ട്. മോളെ ഓൾ തൂറിപ്പോവും. ഇവിടെ ഞാൻ തന്നെ ഒരു ഡ്രസ്സ് അടക്കി വെച്ചിട്ട് ഒരു 3 അലമാരുണ്ടായിട്ട് ആ 3 ഫുള്ളാണ്. അപ്പൊ ഇതാണ് വേറൊരു ചുരിദാർ ഗ്രീൻ. ഇനി മച്ചേ നാളെ പറഞ്ഞോ അമ്മച്ചീനെ പറഞ്ഞിട്ട് കിട്ടിയാന്ന്. എനിക്ക് കൈ വാങ്ങി എനിക്ക് അതാക്കി കൂടാ. അല്ല, നേരത്തെ നമ്മളൊരു 2 ബ്ലൂ കളർ കാണിച്ചിട്ടില്ലായിരുന്നോ? അതിന്റെ ലാവൻഡർ എന്നല്ലേ പറയുന്നത്, വയലറ്റ് 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 കണ്ടോ? നമ്മൾ റീലൊക്കെ ഇടുന്നത് കണ്ടാൽ തോന്നും അതും ഇതും ഒരേ സാധനമാണ്. പക്ഷെ ചുമ്മാ അതൊന്നും 2ആണ്. പൊന്നോ, നിങ്ങൾ ചോദിക്കും ഇതിൻ്റെ എടുത്ത് ഈ അതേപോലെ തന്നെ നേരത്തെ കാണിച്ച സ്കേർട്ടിൻ്റെ വേറൊരു സ്കേർട്ട്.
നേരത്തെ കാണിച്ച സ്കേർട്ടിൻ്റെ വേറൊരു സ്കേർട്ട്. ഇതിൻ്റെ തന്നെ ഒരു ടോപ്പ്. ഇതിൻ്റെ ടോപ്പ് അതില്ലായിരിക്കും, മടക്കി വെക്കാൻ ഇഷ്ടം പോലെയുണ്ട്. അത് ഞാൻ കാണിച്ചാൽ അതിൻ്റെ മുകളിലൊന്ന് 2 സാധനങ്ങളുണ്ട്, അത് ഞാൻ ഒഴിവാക്കിയിട്ട്. പിന്നെ അതേപോലെ ഇനി കറുപ്പ് കൊണ്ട് കളിക്കുക. കറുപ്പത് ഇതിൻ്റെ പാൻറ് ഞാൻ എവിടെയെങ്കിലും തപ്പുന്ന വരെ ഒന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് സെയിം കറുപ്പാണ്. ആ കറുപ്പല്ല, ഇത് വേറെ കറുപ്പാണ്. ഇത് മറ്റേ ഗൗൺ ഞാൻ പറഞ്ഞല്ലോ, നയൻതാരനെ ഇൻസ്പയർ ആയിട്ടുള്ള സംഭവം. മോളെ ഒരു 2 സാരി ഉണ്ട് മടക്കി വെക്കാൻ. ആരും 2 സാരി ഒന്ന് മടക്കി വെക്കുവോ? കൈ വയ്യ. ഞാൻ ആ തള്ളച്ചി അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം വീഡിയോ എടുക്കുന്നതാ. മോളെ ഇതിൻ്റെ ഈ കളർ നമുക്കൊരു ഇതുണ്ടാവുന്നതിൽ നിങ്ങടുത്ത് ഇതിൻ്റെ ബ്ലാക്ക്. എൻ്റെ മോളുടെ കൈ കെട്ടിയിട്ടേക്ക് മോനെ ഷെൽഫ് എന്നത് കാണിച്ചു കൊടുക്കാൻ. ഞാൻ കൈ ഒന്ന് അയച്ചാവട്ടെ. കച്ചറ കൂടല്ലേ, പിന്നെ ഇതേ ബ്ലാക്ക് അടുത്തത് ഏകദേശം ഓൾമോസ്റ്റ് കയ്യാറായി. മോനെ 1/2 മണിക്കൂറായോ? എത്രയായി? 27 മിനിറ്റോ? ഇനി 1/2 മണിക്കൂർ ജസ്റ്റ് ഞാൻ ഡ്രസ്സ് മടക്കി വെക്കുമെന്ന് പറഞ്ഞിട്ട് 1/2 മണിക്കൂർ വെച്ചില്ല എന്ന് പറയണ്ട. മോളെ അതിൽ 2 ഡ്രസ്സ് ഇങ്ങോട്ട് എടുക്ക്. ആ മോളിലുള്ള പിങ്ക് ഇതൊക്കെ എടുക്ക്. ബാക്കി പിന്നെ ചെയ്താൽ പോരെ. ഓക്ക് 1/2 മണിക്കൂർ ഓളെ കൊണ്ട് അങ്ങനെ ഡ്രസ്സ് ഞാൻ പറഞ്ഞു അവനവൻ്റെത് എടുക്കണം. അപ്പം ഓളെ വീടിൻ്റെ അടുത്തുള്ള ഒരു പെണ്ണുങ്ങളെ എന്നെ വിളിച്ചു പറഞ്ഞ് അടുത്തുനിന്നൊക്കെ ഡ്രസ്സ് മേടിച്ച് റീലെടുത്ത് തിരിച്ചു കൊണ്ട് കൊടുക്കുന്നത്. ഇതൊരു ടോപ്പാണ്. റോസ് ഇനി ഉണ്ടടി. ആ മോളിലതൊരു റോസ് ഇതാ ഈ മോള് ഈ റോസ് അടി. ആ ഇനി റോസിൻ്റെ കുറച്ച് കളക്ഷൻ കാണിച്ചു തരാം. ആ ഗ്രീൻ എടുക്ക് മുളങ്ങി. അവൻ പറയും പോലെ നടക്കത്തില്ല വെച്ചേ. ഇതൊരു റോസ്. മുള സാരി മടക്കണേ. നമുക്ക് ചായ എടുക്കടി. എനിക്കാവുന്നില്ല. ആ കൈ കുത്തി. 2ാമത്തെ റോസ്. ഇത് ഈ അടുത്ത് മേടിച്ചതാട്ടോ. എനിക്ക് മറ്റേതിട്ട് ചുരിദാർ ഇട്ട് ഞാനെല്ലാം കൂടി ഇങ്ങനെ കാണിച്ചാൽ എനിക്ക് മനസ്സിലാവൂല. 28 2 മിനിറ്റ് കൂടെ കാണിക്കാം. അതിന് മാത്രമുള്ള ഡ്രസ്സ് ഉണ്ട് മോളെ. അതിലൊരു ഡ്രസ്സും കണ്ടത്തോട് ഗ്രീനൊക്കെ ഇങ്ങെടുത്തോ. ഇതുണ്ടോ ഉടുപ്പ് പോലത്തെ ഗ്രീന് മോളെ. ആ മോളിലുള്ള ആ പിങ്ക് കൂടി ഇങ്ങോട്ട്. അപ്പം 2 പിങ്ക് ആയിട്ടാ. ഇങ്ങോട്ട് തരാൻ പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കും. ഇത് എൻ്റെ കമ്പനിക്കാരനും പൊന്നുക്ക എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് തന്നതായിരുന്നു കേട്ടോ. സ്റ്റിച്ച് ചെയ്യിച്ചതാണ്. ഒന്നും ഇട്ടിട്ട് ഇതുവരെ റീലൊന്നും അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടില്ല. അതാ ഇതിലും അതൊരു റോസ് അല്ല ഗ്രീന്. അതിലൊക്കെ തപ്പിയാ കിട്ടുക. എൻ്റെ പൊന്നെ എല്ലാം കൂടി ഇമ്മ കൊയങ്ങിടേ. അയ്യോ ഇതാ അമ്മൻ്റെ ഒരു ലാവൻഡർ കളർ കീറല്ല കൊച്ചേ. 30 ആയിക്കോട്ടെ. നീ 30 മിനിറ്റ് ഓളെ കൊണ്ട് ഓളയിൽ ഡ്രസ്സ് മടക്കാനില്ല എന്ന് പറയണ്ട. അടുത്തത് കാണുന്നുണ്ടല്ലോ, മടക്കി വെച്ചതൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇനി അത് എടുത്ത് പിന്നെയും മടക്കില്ല. ഇങ്ങോട്ട് എടുത്തിട്ടടി. മമ്മീൻ്റെ എത്ര ചുരിദാറുണ്ട് അവിടെ. ആ ഷാള് മാത്രം. എന്നെ പിന്നെ എങ്ങനെ വയ്യ. അതെ അടുത്തത് കണ്ട എല്ലാം കൂടെ എഴുതാനില്ല. മതി മോളെ. പിന്നെ ഇതാ വേറെ ആ ഓറഞ്ചിൻ്റെ ടോപ്പ് കിട്ടണടാ. ഷാള് കിട്ടിയിട്ട് കാര്യമില്ല. വേറൊന്ന് അത് മിടിയല്ലേ. പിന്നെ
അടക്കം 32 സെക്കൻഡ് കൂടി അടക്കും 1 2 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പഴയതാടാ, പഴയതൊന്നും കാണിക്കണ്ട ഇതിന്. ഇത് ഞാൻ സ്കേർട്ട് ഇട്ടോ, ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ മോളെ അതിൽ. സ്കേർട്ട് പിന്നെ ഗൗണ്, അതിൻ്റെ അതും ടോപ്പ് ഒക്കെ ഉണ്ട്. ബ്ലൂവിൻ്റെ അതൊന്നല്ല, ഈ ബ്ലൂവിൻ്റെ ഇതിൻ്റെ ഉണ്ടടാ, ഈ ഷാളിൻ്റെ ഇതിൻ്റെ പാൻറ്റും ഷാളും ഇതാക്കുന്ന ടോപ്പ് കൂടി കിട്ടാണ്ട്. ടോപ്പ് കിട്ടാണ്ട് എന്നിട്ട് ജസ്റ്റ് ടോപ്പില്ല എന്ന് പറയണ്ട, ടോപ്പൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. അതോടെ അതങ്ങ് അതേപോലെ അങ്ങ് കാണിച്ചെടുക്കും. എന്നാൽ പ്രശ്നം തോന്നുന്നില്ലേ മോളെ? അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം, നമുക്ക് കൈ വയ്യാനെങ്കിലും. മോൾ അങ്ങോട്ട് പോടും. എൻ്റെ പൊന്നെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ തിരിച്ചാൽ മതി. മോൾ ഒന്നായിട്ട് പാർട്സുകളുണ്ട്, പാർട്സുകളൊന്നും കാണിക്കണം. പാർട്സുകളൊന്നും ഇങ്ങോട്ട് തിരിച്ചു, ഇങ്ങോട്ട് തിരിച്ചു. പാർട്സുകളൊന്നും ഇല്ലല്ലോ എന്ന് നോക്കിയിട്ട് ഇവനും ലെവനും നിറച്ചും വീട്ടിലിടുന്നതും ഇടാത്തതുമായിട്ടുള്ള ഡ്രസ്സുകളാട്ടോ. ഇത് പാർട്സുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നീ ഇതിൻ്റെ വീഡിയോ ഇട്. അപ്പം ഞാൻ അടുത്ത വീഡിയോ ഇടാം. എൻ്റെ ബൈജു മുരുകൻ വിചാരിച്ചാൽ പറ്റില്ല. ഇതെനിക്ക് കസേരകൾ പോലെ ഇത് ഭയങ്കര പൊങ്ങച്ചായിട്ടോ അങ്ങനെ ആരും കണക്കാക്കണ്ട. കാരണം നമ്മളെ തോൽപ്പിക്കണമെന്ന് വിചാരിച്ച ഒരാൾ ഇറങ്ങിയാലും ദൈവം വിചാരിക്കണം നമ്മൾ തോൽക്കണമെന്നുണ്ടെങ്കിൽ. ഞാനൊരു കാലത്ത് ഡ്രസ്സ് ഇടാനില്ലാണ്ട് ബുദ്ധിമുട്ടായി കീറിയ ഡ്രസ്സിട്ട് കല്യാണത്തിന് പോയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ ഭാര്യയും കുടുംബക്കാരും കൂടിയും എന്നെ കളിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ണൂരാണ് കല്യാണത്തിന് പോയി. കണ്ണൂരൊക്കെ എന്ന് വെച്ചാൽ അത്രമേൽ ഓർണമെൻറ്റ്സൊക്കെ ഇട്ടിട്ട് അവർ കല്യാണം കൂടുക. അപ്പോൾ എനിക്ക് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഫാൻസ് ഇടാൻ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എനിക്കൊരു സ്വർണത്തിൻ്റെ ഒരു തരി പോലും ഇല്ല, ഞാൻ ഇടാണ്ട് നിന്നാലും. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണ് ഞാൻ. എന്നാലും ഫാൻസി അങ്ങനത്തെ ഒന്നും ഇടില്ല. ഇപ്പോഴാണ് എനിക്ക് ഓർണമെൻറ്റ്സുകളോട് ഫാൻസികളോട് ഇത്ര ക്രേസ് തോന്നി തുടങ്ങിയത്. അപ്പം ഫുൾ കൈയാണ് നെറ്റിൻ്റെ കല്യാണ പെണ്ണുങ്ങളെ മാതിരി ഇല്ല എന്ന് ഷൂട്ടിന് വേണ്ടിയിട്ട് എടുത്ത് കൊണ്ടുവന്നത്. എൻ്റെ ഉമ്മാൻ്റെ കൈമലായി ഇതൊക്കെ. അപ്പോൾ എന്നിട്ട് ഇനിയിപ്പോൾ ഉമ്മാൻ്റെതാന്ന് പറഞ്ഞാലേ എനിക്ക് വിരോധമല്ല കേട്ടോ, ഉമ്മമാരുടെ മക്കളുടെ. അപ്പം എന്നിട്ട് ഞാൻ ഇവിടെ ഫുൾ കൈയാണ്. ഇവിടെ നെറ്റ് നന്നായിട്ട് ഈ ഒരു ആംഗിളിൽ പിന്നിപ്പോയി. ഈ നെറ്റ് ആടെയും ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, നെറ്റ് പെട്ടെന്ന് ഓട്ടയും വീണിട്ടുണ്ട്. അപ്പോൾ ഇവരെന്നോട് കാണുകയും ചെയ്യേ ഇതെന്താ ഇട്ട് വന്നതെന്ന് എല്ലാവരും കേൾക്കാം. ഞാനിങ്ങനെ ഒന്ന് നോക്കി, എല്ലാവരും എന്നെ ശ്രദ്ധിക്കുക. എന്നില്ലല്ലോ, വരണ്ടില്ലായിരുന്നു, വല്ലാത്തൊരു അവസ്ഥ ഉണ്ടല്ലോ, ആ ഒരവസ്ഥയായിരുന്നു. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ഡ്രസ്സില്ലല്ലോ ഇടാൻ. എനിക്കൊക്കെ കടം മേടിച്ചിടാൻ പോലും ഒഴിവില്ലായി. കാരണം നമ്മളൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം എന്നൊക്കെ വെച്ചാൽ നല്ല ക്യാഷുള്ള ആൾക്കാരാണ്. അപ്പോൾ പുറത്ത് ഉള്ളവരടുത്ത് നമ്മളൊക്കെ ഡ്രസ്സൊക്കെ ചോദിച്ച് എനിക്ക് അങ്ങനെ കൂട്ടുകാരികളൊന്നുമില്ല. പിന്നെ എൻ്റെ സിസ്റ്റർമാരുടേതൊക്കെ അവർക്കൊക്കെ നല്ല തടിയുണ്ട്. ഞാനൊരു കോഴി പോലത്തെ ഒരു സാധനമായിരുന്നു. എനിക്ക് രണ്ടാമത്തെ ഒരു സിസ്റ്ററുണ്ട്. അവൾക്കൊക്കെ എവിടെ ഫങ്ഷൻ ഉണ്ടെങ്കിലും, ഇന്ന് ഫങ്ഷൻ ഉണ്ട് നാളെയും ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രസ്സ് മേടിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിക്കാം, എന്തൊരു ഭാഗ്യം. പക്ഷെ നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നോ അതിൻ്റെ ഇരട്ടി നമ്മൾ ഒരു കാലത്ത് നമുക്ക് ദൈവം തിരിച്ചു തരുമല്ലോ. അതിൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചൊരു സംഭവമാണ്. അപ്പോൾ എനിക്ക് അത് തിരിച്ചു തന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ.
ഇപ്പം ഇഷ്ടം പോലെ ഡ്രസ്സുകൾ എനിക്കുണ്ട്. ഞാനിതൊരു ഒരിക്കൽ കൂടി ഞാൻ പറയാം, പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള. ആ സ്ത്രീ അത്രമേൽ, ആ സ്ത്രീയുടെ കയ്യിലുണ്ട് തന്നെ. അവളെ വൈജു മുരുകൻ വിചാരിച്ച് അവൾക്ക് അത്ര മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. എനിക്കല്ല അത്ര, അതെനിക്ക് പൊങ്ങച്ചല്ല. നമ്മളൊരാൾ തരം താഴ്ത്തുമ്പം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക, കാണിച്ചു കൊടുക്കുക, അത്രമാത്രം. ഇനിയും ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ടും എൻ്റെ ഡ്രസ്സുകളാണ്. വേറെ അപ്പുറം കൊട്ടയിൽ എൻ്റെ ഡ്രസ്സുകളാണ്. അൾമാറ നിറയെ എൻ്റെ ഡ്രസ്സുകളാണ് ഫുൾ. അപ്പം അങ്ങനെയാണ്. ഈ പാവപ്പെട്ട ആർക്കും ഒരു ഗതിയോ ഇല്ല, പരഗതിയോ ഇല്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. വാട്സപ്പിൻ്റെ അകത്ത് ഞാൻ തരാം. സ്ക്രീൻഷോട്ട് സഹിതം എനിക്ക് അയച്ചാൽ മതി. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് സഹിതം. ചിലപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം യൂസ് ചെയ്തതായിരിക്കും. അത് നിങ്ങൾക്ക് വിഷയമല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് സഹിതം എനിക്ക് അയച്ചു തന്നാൽ ഞാൻ സാധനം തരാം.